Hi, welcome to CC Plus. SSLC എക്സാമിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നു പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാവരും റെഡി അല്ലേ? വാ തുടങ്ങാം. എന്താണ് പവർ ട്രാൻസ്മിഷൻ? പവർ ട്രാൻസ്മിഷൻ ഇസ് എ പ്രോസസ് ഓഫ് സെൻഡിങ് ഇലക്ട്രിസിറ്റി ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ് ത്രൂ വയേഴ്സ്. അതിനാണ് പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്മിഷൻ സമയത്ത് ഓർത്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ഇൻ അവർ കൺട്രി ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ 11 kV 11 കിലോ വോൾട്ടാണ് ഓരോന്നിൻ്റെയും ട്രാൻസ്മിഷൻ സമയത്തിന് തൊട്ട് മുന്നേ നമ്മൾ ഓരോ പവർ സ്റ്റേഷനിലെയും പവർ ജനറേറ്ററിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഓരോ പവർ ജനറേറ്ററിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 11 kV ആണ്. അപ്പോൾ ഈ 11 kV വോൾട്ടേജിന് അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്മിഷൻ നടത്താറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ സമയത്ത് ഒരുപാട് ഫോമിൽ എനർജി ലോസ് വരുന്നുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ്, എനർജി ലോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറക്കാനായിട്ട് വോൾട്ടേജ് കൂട്ടി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് വോൾട്ടേജ് നല്ല രീതിയിൽ കൂട്ടും. 220 കിലോ വോൾട്ടൊക്കെ ആയിട്ട് 220 കിലോ വോൾട്ടൊക്കെ ആയിട്ട് വോൾട്ടേജ് കൂട്ടിയിട്ടാണ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്തുന്നത്. എന്നിരുന്നാലും പവർ സ്റ്റേഷനുകളിൽ ഓരോ പവർ ജനറേറ്ററിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 11 kV ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 50 Hz ആണ്. ഫ്രീക്വൻസി 50 Hz ആണ്. ഓക്കെ. ആൻഡ് ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പം അവിടെ വേണ്ട വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ടേജ്. അപ്പോൾ ഇത് ഓർത്തോളൂ കേട്ടോ. ഈ ഓരോ നമ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A step-up transformer is used at power station to increase AC voltage from 11 kV to 220 kV. Step-down transformers are used in the other stages. ആദ്യത്തെ സ്റ്റേജിൽ സ്റ്റെപ്പ് ആണെങ്കിലും ബാക്കി ഓരോ സ്റ്റേജിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് ഫേസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പവർ ട്രാൻസ്മിഷൻ. നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ സമയത്ത് വരുന്നത്? മെയിനായിട്ട് 2 പ്രോബ്ലംസ് ആണ്, വോൾട്ടേജ് ഡ്രോപ്പും എനർജി ലോസും. അത് ഓവർകം ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ഒന്നെന്താ? റെഡ്യൂസ് ദ റെസിസ്റ്റൻസ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ കറന്റ്. എനർജി ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്താ വേണ്ടത്? ഒന്ന്, നമ്മൾ എടുക്കുന്ന ആ വയറിൻ്റെ റെസിസ്റ്റൻസ് പരമാവധി കുറക്കുക. രണ്ടാമതോ, അവിടുത്തെ കൊടുക്കുന്ന കറൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യണം? അതും കുറച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ? കറണ്ട് കുറച്ചെടുക്കുക. നമുക്കറിയാം H=I²RT എന്നാണ് അല്ലേ? I²RT. ഈ I കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ലോസ് താരതമ്യേന കുറയും. ഓക്കെ. പിന്നെ ഈ I കുറയുമ്പം സാധാരണ ഒരു പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് കുറയാൻ പാടില്ല. വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറയ്ക്കുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. എന്താണ്? ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാം. ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ. പവർ വ്യത്യാസമില്ലാതെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രിലിമിനറി സെഷനിൽ എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യും. അതായത് 11 kV വോൾട്ടേജിനെ നമ്മളെന്താ 220 കിലോ വോൾട്ടേജ് ആയിട്ട് അങ്ങ് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഗ്രാജുവലി കറണ്ട് കുറയും. ഈ കുറഞ്ഞ കറണ്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെയോ, ബൈ ട്രാൻസ്മിറ്റിംഗ് ഹൈ വോൾട്ടേജ് ഡ്രോപ്പ് ക്യാൻ ബി മിനിമൈസ്. അപ്പോൾ എന്താ? നല്ല ഹൈ വോൾട്ടേജിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ? ആ വോൾട്ടേജ് ഡ്രോപ്പും മിനിമൈസ് ചെയ്യാൻ സാധിക്കും. പവർ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ്ഡിന് നമ്മുടെ ഹൗസ് ഹോൾഡിംഗ് കണക്ഷനോട് അടുത്ത് വരുന്ന ട്രാൻസ്ഫോമറൊക്കെ എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ വീടുകളിലേക്ക് കണക്ഷൻ വരുമ്പം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ KCB ലൈനിൽ നിന്ന് ലൈവ് ലൈൻ അഥവാ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനുമാണ് നമ്മൾ ഓരോ വീട്ടിലേക്കും വരുന്നത്. 2 ലൈൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത് kW മീറ്റർ ആണ്. kW മീറ്റർ കഴിഞ്ഞാൽ ഒരു മെയിൻ ഫ്യൂസ് എവിടെ കണക്ട് ചെയ്യണം? ഫേസിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ. എങ്ങനെയാണ്? ഫേസിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ്? മെയിൻ സ്വിച്ച് ആണ്. പിന്നെ ELCB കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും സ്വിച്ചസ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫേസിൽ മാത്രമാണ് സ്വിച്ചസ് കണക്ട് ചെയ്യുക. ഓരോ ഡിവൈസിലും എന്താ? 2 അതിൽ ഒന്നിൽ ഫേസും മറ്റതിൽ ന്യൂട്രലാണ് വരുന്നത്. പിന്നെ കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നതിന് നമ്മൾ 3 പിൻ പ്ലഗ് യൂസ് ചെയ്യും. 3 പിൻ പ്ലഗിന് 3rd പിൻ എന്താ? എർത്ത് പിന്നാണ്. അത് നമ്മൾ എർത്തേ ചെയ്യാം. അത് എന്ത് ചെയ്യും? അതിൽ കൂടെ എക്സസ് ആയിട്ട് വരുന്ന കറണ്ട് നേരെ എർത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് എർത്തിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ഓർത്തിരിക്കുക. ഫസ്റ്റ് എന്താണ്? kW മീറ്റർ, മെയിൻ ഫ്യൂസ്, മെയിൻ സ്വിച്ച് ആണ് എപ്പോഴും. പിന്നെ സ്വിച്ച് കണക്ട് ചെയ്യുന്നത് എപ്പോഴും ഏതിലാണ്? ഫേസ് ലൈനിൽ വേണം സ്വിച്ച് കണക്ട് ചെയ്യാനായിട്ട്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSLC എക്സാമിന് ഫുൾ സബ്ജക്റ്റ് എല്ലാ സബ്ജക്റ്റിനും A+ മേടിക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന രീതിയിൽ അടിപൊളി ബാച്ചാണ്. നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ പറ്റും. അത്രയും രീതിയിൽ എക്സ്പേർട്ട് ട്യൂട്ടേഴ്സ് ഉണ്ട്, ഡെയിലി വർക്ക്ഷീറ്റ്സ് ഉണ്ട്. എക്സാമിന് തൊട്ട് മുന്നേ നമുക്ക് എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ വരെ നമുക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യ ബാച്ചാണ്. ഒട്ടും വൈകരുത്, വേഗം ജോയിൻ ചെയ്യുക. Okay, householding electrification. It is the order of kilowatt hour meter. അത് നമ്മളിപ്പോൾ പറഞ്ഞോളൂ എങ്ങനെയാണ് ഓർഡർ. കിലോവാട്ട് അവർ മീറ്റർ ഉണ്ട്, മെയിൻ ഫ്യൂസ് ഉണ്ട്, മെയിൻ സ്വിച്ച് ഉണ്ട്, ELCB, MCB, സ്വിച്ച് ബോർഡ്, അങ്ങനെയൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ വീടുകളിലെ കണക്ഷനിൽ എപ്പോഴും പാൽ കണക്ഷനാണ്. ഓരോ ഇലക്ട്രോണിക്കൽ എക്യുപ്മെൻറ്റ് എന്താണ് പാലിനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബൾബ്സ് ഇതെല്ലാം എന്താണ് പാലായിട്ട് കണക്ട് ചെയ്യാൻ കാരണം റെസിസ്റ്റൻസ്, നെറ്റ് ഓഫറിങ് റെസിസ്റ്റൻസ് കുറച്ചെടുക്കാൻ വേണ്ടി പാലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓരോ ഡിവൈസിനെയും സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് എന്താ ഈ പാരലൽ സഹായിക്കും. പാൽ കണക്ഷൻ വഴി സഹായകമാണ്. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മിസ് ഓൾറെഡി പറഞ്ഞു എർത്തിങ് 3 പിൻ പ്ലഗിനകത്ത് 3rd പിന്നാണ് എർത്ത് പിന്നായിട്ട് വരുന്നത്. ഓരോ മെറ്റാലിക് ബോഡിയിലേക്കും കൂടുതൽ എനർജി യൂസ് ചെയ്യുന്ന ഡിവൈസസിൻ്റെ മെറ്റാലിക് ബോഡിയിൽ നിന്നാണ് 3rd പിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രിക് അയൺ ബോക്സിൻ്റെ ഒരു മെറ്റാലിക് ബോഡി കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ 3rd പിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഏതെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും കറണ്ട് അതിൻ്റെ മെറ്റാലിക് ബോഡിയിലേക്ക് ലീക്ക് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ടച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഷോക്ക് അടിക്കും. അതിനേക്കാൾ മുന്നേ അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസിനേക്കാൾ ലോ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന രീതിയിലാണ് എർത്തിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പിന്ന് നമ്മുടെ 3rd പിന്നാണ്, അതായത് ഒരു വലിയ പിന്ന് അല്ലേ, 3 പിന്നുകളിൽ ഏറ്റവും ലോങ് വൺ ആയിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ലോങ് ആവാൻ കാരണം സർക്യൂട്ടായിട്ട് ഫസ്റ്റ് കോണ്ടാക്റ്റ് വരിക, തിക്കാകാൻ കാരണം എന്താ, ലോ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് എക്സസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലീക്കായിട്ട് വരുന്ന കറണ്ട് നേരെ എർത്തിലേക്ക് പോകാനായിട്ട് സഹായിക്കും. തിക്കാവാനായിട്ട് എന്താ, തിക്ക് റെഡ്യൂസ് ദ റെസിസ്റ്റൻസ് ആണ്, ലോങ് എന്താണ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഡിവൈസ് പറയുമ്പം സേഫ്റ്റി ഫ്യൂസ് കൊടുക്കാം, എർത്ത് പിന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് അത് നമുക്ക് കൊടുക്കാം. അത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ വരുന്നത് സേഫ്റ്റി പ്രിക്വേഷൻസ് ബൈ ഹാൻഡ്ലിങ് ദ ഇലക്ട്രോണിക് ഡിവൈസ്. അത് ജനറൽ ടോപ്പിക്കാണ്. എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം, ഒരിക്കലും നനഞ്ഞ കൈ കൊണ്ട് ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. നെവർ ഹാൻഡിൽ ദ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് വിത്ത് എ വെറ്റ് ഹാൻഡ്. ഒരിക്കലും പിന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സാധനമൊന്നും ഒരു ഡിവൈസിനുള്ളിലേക്ക് കയറ്റി വെക്കാൻ പാടില്ല, കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളത് പാടില്ല. പിന്നെ സോക്കറ്റിലേക്ക് എന്താ പറയുക, ഇൻസേർട്ട് ദ പ്ലഗ് ഇൻസേർട്ട് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. പ്ലസ് എന്താണ് സേഫ്റ്റി പ്രിക്വേഷൻ ചെയ്യുന്നതിനൊപ്പം തന്നെയുള്ള അടുത്തൊരു ചോദ്യം ഫസ്റ്റ് എയ്ഡ് ആണ്. എന്തെങ്കിലും ആക്സിഡൻ്റലി ഷോക്ക് അടിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണ്, റൈസ് ദ ബോഡി ടെമ്പറേച്ചർ ബൈ മസാജ് ചെയ്ത് ബോഡി ടെമ്പറേച്ചർ കൂട്ടുക. പിന്നെയോ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇഫ് നെസസറി ആണെങ്കിൽ കൊടുക്കുക. ഏറ്റവും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. പെട്ടെന്ന് ഇത്രയും കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതും. അപ്പോൾ എല്ലാവരും പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.